ഹായ് സ്റ്റുഡൻസ്, ടീച്ചേഴ്സ് വേൾഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് 8ാം ക്ലാസ്സിൻ്റെ പേജ് 11 ആക്ടിവിറ്റീസ് നോക്കാം. കാൽക്കുലേറ്റ് ദ സ്ക്വയർ ഓഫ് ഗിവൺ ബിലോ. ഏതൊക്കെയാണ് സ്ക്വയർ കാണുന്നത്? 64 സ്ക്വയർ, 35 സ്ക്വയർ, 47 സ്ക്വയർ, 53 സ്ക്വയർ, 88 സ്ക്വയർ. അത് നമുക്ക് 64 സ്ക്വയർ നോക്കാം. 64 സ്ക്വയർ 64 നമുക്ക് എങ്ങനെ എഴുതാം? 64 സമം 60 കൂട്ടണം 4, 60 കൂട്ടണം 4 64. 60 കൂട്ടണം 4ൻ്റെ സ്ക്വയറാണ് നമുക്ക് കാണേണ്ടത്. ആദ്യം എന്ത് ചെയ്യണം? 60ൻ്റെ സ്ക്വയർ കൂട്ടണം 2 ഗുണിക്കണം 60 ഗുണിക്കണം 4, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തിട്ട് പ്ലസ് 4 സ്ക്വയർ. ഇനി 60ൻ്റെ സ്ക്വയർ എത്രയാണ്? 6ൻ്റെ സ്ക്വയർ 36. അതിൻ്റെ കൂടെ എന്ത് ചെയ്യണം? 2 പൂജ്യം ഇട്ടാൽ 0ൻ്റെ സ്ക്വയർ 2 പൂജ്യമാണ്. ഇനി 2 ഗുണിക്കണം 60 ഗുണിക്കണം 4 480 കൂട്ടണം 4ൻ്റെ സ്ക്വയർ എത്രയാണ്? 16. അങ്ങനെ ഇതൊക്കെ കൂട്ടിക്കഴിഞ്ഞാൽ 4096 നമുക്ക് കിട്ടും. അതേപോലെ 35ൻ്റെ സ്ക്വയർ നോക്കാം. 35നെ എങ്ങനെ എഴുതാം? 35 സമം 30 കൂട്ടണം 5. അപ്പോൾ 35 സ്ക്വയർ എന്ന് പറഞ്ഞാലോ 30 കൂട്ടണം 5 ഹോൾ സ്ക്വയർ. അപ്പം ആദ്യം 30ൻ്റെ സ്ക്വയർ കൂട്ടണം 2 ഗുണിക്കണം 30 ഗുണിക്കണം 5 പ്ലസ് 5ൻ്റെ സ്ക്വയർ. ഇനി 30ൻ്റെ സ്ക്വയർ 3 9ആണ്. 0ൻ്റെ സ്ക്വയർ 2 പൂജ്യം. പിന്നെ 2 ഗുണിക്കണം 30 ഗുണിക്കണം 5, 3നെ 2 ഗുണിച്ചാൽ 3 2 6, 6ന് 0 ഇട്ട് കൊടുത്താൽ 60, 60ന് 5 5 6 30, 30ഉം ഒരു പൂജ്യവും കൂടി അങ്ങനെ 300 പ്ലസ് 5ൻ്റെ സ്ക്വയർ 25. ഇതൊക്കെ കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് കിട്ടും? 1225. അടുത്തത് 47 സ്ക്വയർ. 47നെ എങ്ങനെ എഴുതാം? 40 കൂട്ടണം 7 ഹോൾ സ്ക്വയർ. 40ൻ്റെ സ്ക്വയർ കൂട്ടണം 2 ഗുണിക്കണം 40 ഗുണിക്കണം 7 പ്ലസ് 7ൻ്റെ സ്ക്വയർ. ഇനി 40ൻ്റെ സ്ക്വയർ 4 16, 0ൻ്റെ സ്ക്വയർ 2 പൂജ്യം കൂട്ടണം 2 ഗുണിക്കണം 40 ഗുണിക്കണം 7. 4ന് 2 കൊണ്ട് ഗുണിച്ചാൽ എത്രയാണ്? 8, 8ന് 7 കൊണ്ട് ഗുണിച്ചാൽ 56. അതിൻ്റെ കൂടെ ഈ ഒരു പൂജ്യം ഇട്ട് കൊടുക്കുക പ്ലസ് 7ൻ്റെ സ്ക്വയർ 49. ഇനി 1600ഉം 560ഉം 49ഉം കൂട്ടിക്കഴിഞ്ഞാൽ 2209 കിട്ടും. ഇനി അടുത്തത് 53 സ്ക്വയർ. 53നെ എങ്ങനെ എഴുതാം? 53 സമം 50 കൂട്ടണം 3. അപ്പോൾ 50 കൂട്ടണം 3ൻ്റെ സ്ക്വയർ എങ്ങനെ കാണാം? 50 സ്ക്വയർ കൂട്ടണം 2 ഗുണിക്കണം 50 ഗുണിക്കണം 3 പ്ലസ് 3ൻ്റെ സ്ക്വയർ. 50ൻ്റെ സ്ക്വയർ 2500 കൂട്ടണം 2 ഗുണിക്കണം 50 ഗുണിക്കണം 3. 5ന് 2 കൊണ്ട് ഗുണിച്ചാൽ എന്താ? 10, 10ന് ഒരു പൂജ്യം, അതായത് 100, 100ന് 3 കൊണ്ട് ഗുണിച്ചാൽ 300 പ്ലസ് 3ൻ്റെ സ്ക്വയർ 9. ഇനി 2500ഉം 300ഉം 9ഉം കൂട്ടിയാൽ 2809. അടുത്തത് 88 സ്ക്വയർ. 88നെ എങ്ങനെ എഴുതാം? 80 കൂട്ടണം 8, അതിൻ്റെ സ്ക്വയർ ആകേണ്ടത്. ആദ്യം 80 സ്ക്വയർ പിന്നെ 2 ഗുണിക്കണം 80 ഗുണിക്കണം 8 പ്ലസ് 8ൻ്റെ സ്ക്വയർ. ഇനി 80ൻ്റെ സ്ക്വയർ 8 64, 64ഉം 0ൻ്റെ സ്ക്വയർ 2 പൂജ്യവും പ്ലസ് 2 ഗുണിക്കണം 80 ഗുണിക്കണം 8 8 64, 64ൻ്റെ ഇരട്ടി 2 കൊണ്ട് ഗുണിക്കുക എന്ന് പറഞ്ഞാൽ ഇരട്ടി. അപ്പം 1280 കൂട്ടണം 8ൻ്റെ സ്ക്വയർ 64. അപ്പം 6400 കൂട്ടണം 1250 കൂട്ടണം 64, 7744. അതായത് 80 കൂട്ടണം 8 ഹോൾ സ്ക്വയർ എന്നത് ഏത് ഫോമിലാണുള്ളത്? a പ്ലസ് ബി ഹോൾ സ്ക്വയർ സമം എന്താണ്? എ സ്ക്വയർ, അതായത് എയുടെ സ്ക്വയർ പ്ലസ് ഈ 2 ഗുണിക്കണം ഈ എ ഗുണിക്കണം ബി പ്ലസ് ബിയുടെ സ്ക്വയർ. ഇതാണ് ശരിക്കും നമ്മുടെ സമവാക്യം. എ പ്ലസ് ബി ഹോൾ സ്ക്വയർ സമം എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ. ഇത് വെച്ചിട്ടാണ് നമ്മൾ ഈ ആൻസർ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, താങ്ക് യു.